സൂര്യ നായകനായി തിയേറ്ററുകളിലെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ. കാർത്തിക് സുബരാജ് സംവിധാനം നിർവഹിച്ച ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി രൂപയിലധികം നേടിയിരുന്നു. വിദേശത്തു നിന്ന് മാത്രമായി 24 കോടിയിലധികം ചിത്രം നേടിയിരുന്നു. എന്നാൽ വലിയ പ്രതീക്ഷകളോടെ എത്തിയ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത്. മെയ് 1 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ഇപ്പോഴത്തെ റിലീസ് ചെയ്ത് ഒരു മാസത്തിന് ശേഷം റെട്രോ OTT-യിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നെറ്റ്ഫ്ലിക്സിനാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ലഭിച്ചിരിക്കുന്നതെന്നാണ് വിവരം. റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ജൂൺ 5-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. എന്നാൽ OTT-യിൽ എത്തുന്നത് സംബന്ധിച്ച് നെറ്റ്ഫ്ലിക്സോ ചിത്രത്തിന്റെ നിർമ്മാതാക്കളോ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. സൂര്യയുടെ 44ാമത് ചിത്രമായി എത്തിയ റെട്രോ 1980-കളിൽ നടക്കുന്ന കഥയാണ് പറയുന്നത്. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിലെ നായികയായി എത്തിയത്. ജോജു ജോർജ്, ജയറാം, നാസർ, പ്രകാശ് രാജ്, സുജിത് ശങ്കർ, കരുണാകരൻ, പ്രേംകുമാർ, രാമചന്ദ്രൻ ദുരൈരാജ്, സന്ദീപ് രാജ്, മുരുകവേൽ, രമ്യ സുരേഷ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശ്രേയസ് കൃഷ്ണ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. സൂര്യയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ശിവ സംവിധാനം ചെയ്ത ചിത്രം കങ്കുവ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല. അതിനാൽ തന്നെ കങ്കുവയുമായി താരതമ്യം ചെയ്യുമ്പോൾ സൂര്യയുടെ തിരിച്ചുവരവാണ് റെട്രോ എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ലവ് ആഫ്റ്റർ വാർ എന്ന സബ്ടൈറ്റിലിൽ എത്തിയ ചിത്രം അണിയറ പ്രവർത്തകരുടെ അവകാശവാദം പോലെ ഇവ മൂന്നും ഉറപ്പു നൽകുന്നെന്ന് ആരാധകർ പറയുന്നു. സൂര്യയുടേത് മികച്ച പ്രകടനമാണെങ്കിലും തിരക്കഥ നിരാശപ്പെടുത്തിയെന്നാണ് പലരുടെയും അഭിപ്രായം. ആദ്യ പകുതി മികച്ചതാണെങ്കിലും രണ്ടാം പകുതി നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ പറയുന്നു. ആക്ഷൻ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 48 മിനിറ്റാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.